റാണീസ് കിച്ചണിൽ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി ഒരു അടിപൊളി ചില്ലി ചിക്കനാണ്. ഇത് തയ്യാറാക്കുവാനായി ഞാനൊരു കുക്കർ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ചില്ലി ചിക്കൻ എപ്പോഴും സൺഫ്ലവർ ഓയിൽ തന്നെയാണ് നല്ലത്, വെളിച്ചെണ്ണയിലല്ല ഇത് ഉണ്ടാക്കേണ്ടത്. ഞാനിതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ആദ്യം കാണിച്ചില്ല, ഇതെല്ലാം വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 1.5 സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുമ്പോൾ എപ്പോഴും വെളുത്തുള്ളി ആയിരിക്കണം കൂടുതൽ വേണ്ടത്, ഇഞ്ചിയല്ല. വെളുത്തുള്ളി കൂടുതലിടണം, ഇഞ്ചി കുറച്ചിടണം. ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് സവാള, ഒരു ചെറിയ സവാള അരിഞ്ഞത് നീളത്തിൽ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കണം. പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് 2 എണ്ണം ചേർത്തിട്ടുണ്ട്. ഞാനിത് ഉണ്ടാക്കുവാനായിട്ട് ഒരു 1/2 കിലോ ചിക്കനാണ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളത്. സവാളയും പച്ചമുളകും ഒക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ വൃത്തിയാക്കിയത് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ബോൺലെസ് ചിക്കനും ബോണുള്ളതും എല്ലാം ഉണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കനിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 1/2 സ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് ഇളക്കിയെടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ചിക്കൻ വേകാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് വെള്ളം മതി, ചിക്കനിൽ നിന്നും വെള്ളം ഊറി വരും. ഇനി ചിക്കൻ ഒന്ന് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി കുക്കർ അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇത് സാധാരണ എല്ലാവരും ചില്ലി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ എണ്ണയിലൊക്കെ ഫ്രൈ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാനിത് കുക്കറിൽ വേവിച്ചിട്ടാണ് വേറെ രീതിയിൽ ഉണ്ടാക്കുകയാണ്. കുക്കറിൽ വേവിച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും ചിക്കൻ. 2 വിസിൽ കേട്ടാൽ മതി. 2 വിസിൽ കേൾക്കുമ്പോഴേക്കും ചിക്കൻ നന്നായി വെന്തിട്ടുണ്ടാവും. കൂടുതൽ നേരം ഇരുന്നാൽ അത് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് 2 വിസിൽ കേൾക്കുമ്പോൾ തന്നെ മാറ്റാം. 2 വിസിൽ കേട്ടു. കുക്കർ എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മറ്റൊരു പാൻ എടുത്ത് ഇതിലേക്ക് വയ്ക്കാം.
പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. വീണ്ടും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1.5 സ്പൂൺ, 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു. ഇത് നന്നായി മൂപ്പിക്കാം. അതിലേക്ക് ഒരു 3 സവാള നീളത്തിലരിഞ്ഞത് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കണം. നീളത്തിലരിഞ്ഞ സവാള 3 ചെറിയ സവാളയാണ് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പം 4 സവാള മുഴുവനായിട്ട് വേണം ഈ കറി ഉണ്ടാക്കാനായിട്ട്. ഇതിൽ ഇപ്പോൾ 3 സവാള ചേർത്തിട്ടുണ്ട്. ആദ്യം 1 സവാള ചേർത്തു. ഇനി ഈ സവാള ഒന്ന് നന്നായി വഴറ്റിയെടുക്കണം. ഈ ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വലിയ പാടൊന്നും ഇല്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ടൊമാറ്റോ സോസും സോയാ സോസും ഒക്കെ വീട്ടിൽ വാങ്ങിച്ചു വെച്ചിരുന്നാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇതൊക്കെ തയ്യാറാക്കാം. സവാള വഴറ്റിയെടുക്കാം. ഒരുവിധം വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർക്കുകയാണ്. നീളത്തിലരിഞ്ഞ പച്ചമുളക്. ഈ ചില്ലി ചിക്കൻ മുളകെല്ലാം നല്ല ഒരുവിധം ഫ്രഷായിട്ടാണ് കിടക്കുന്നത്, അങ്ങ് വഴന്നു പോയിട്ടല്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പിന്നീടിട്ടത്. ഞാനിപ്പോൾ ഇതിൽ ക്യാപ്സിക്കം അരിഞ്ഞതും 1.5 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി ഒഴിച്ചിട്ടുണ്ട്. അത് ഞാൻ പാസ് ബട്ടൺ മാറ്റാൻ മറന്നുപോയതുകൊണ്ടാണ് ഒഴിച്ചത് കാണാത്തത്. 1.5 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിക്കുകയാണ്. ക്യാപ്സിക്കവും ടൊമാറ്റോ സോസും സോയാ സോസും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. അര ടീസ്പൂൺ കുരുമുളക് പൊടി, എല്ലാം കൂടെ നന്നായി ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർക്കുകയാണ്. കുക്കർ തുറന്ന് നോക്കി, ചിക്കനെല്ലാം നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ ഒഴിച്ചിട്ടുണ്ട്. ആ ചിക്കനിലുണ്ടായിരുന്ന വെള്ളമാണിത്, വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട്. ഇത് നന്നായി ഇളക്കി കൊടുക്കണം. നന്നായി മിക്സ് ചെയ്ത ശേഷം ചിക്കനിൽ സോസ് എല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നമുക്ക് ഇതൊന്ന് അടച്ചു വയ്ക്കാം.
ഞാനിതൊന്ന് അടച്ചു വയ്ക്കണം. ഒരു 3 മിനിറ്റ് അടച്ചു വെച്ചേക്കാം. അപ്പോഴേക്കും ചിക്കനിൽ സോസ് എല്ലാം പിടിച്ചിട്ടുണ്ടാവും. ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 1/2 കപ്പ് വെള്ളത്തിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കലക്കി ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി തിളച്ച് കുറുകി വരട്ടെ. ചില്ലി ചിക്കൻ്റെ കറിയെല്ലാം കുറുകി വന്നിട്ടുണ്ട്. ടേസ്റ്റ് നോക്കണം. കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് ഞാൻ. 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്തിട്ടുണ്ട്. കുറച്ച് ചെറുതായിട്ടൊരു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഏത് കറിയായാലും നമ്മൾ ലാസ്റ്റ് ആകുമ്പോൾ ഒന്ന് ടേസ്റ്റൊക്കെ നോക്കി ആവശ്യമുള്ളത് ചേർത്ത് കൊടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട്. സ്പ്രിംഗ് ഒനിയനും ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. സെലറി, സ്പ്രിംഗ് ഒനിയൻ ഇതെല്ലാം ഇതിൽ ചേർക്കാം. നല്ല ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോസ് എല്ലാം കാണണം. താങ്ക് യു.